ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗുണ്ടാ തലവൻ അനസ് പെരുമ്പാവൂർ ഗുണ്ടയാണോ ഉണ്ടയാണോ എന്നായിരുന്നു ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഔറംഗസേബ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ അനസ് പെരുമ്പാവൂരിൻ്റെ വലങ്കൈ ആയിരുന്ന ഒരു വ്യക്തി വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പുറത്തു പറയുകയാണ്. ഈ അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പേരിൽ മാത്രമാണ് ഗുണ്ട, പേടിത്തൂറിയാണ്. ആളുകളുടെ ഇടയിലിരുന്ന് കമ്മീഷൻ അടിക്കുന്ന പരിപാടിയാണ് ഇയാളുടെ മെയിൻ പണി. ആരെങ്കിലും തല്ലിന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പം സ്കൂട്ടാവും. രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ശിക്കാരി ശംഭുവാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരു. ഇത്രയും കാര്യങ്ങൾ ഔറംഗസേബ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ദുബായിൽ ഇയാൾ തുടങ്ങിയ അനസ് പെരുമ്പാവൂർ തുടങ്ങിയ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരുപാട് സിനിമ സെലിബ്രിറ്റീസ്, ബിസിനസ് മാൻ, അങ്ങനത്തെ ഒരുപാട് പേര്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസൊക്കെ പോയതൊക്കെ വൻ വിവാദമായി മാറിയത്. അപ്പോൾ ഇന്ന് റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് 18 ചാനലാണ് ഇത് ഏറ്റുപിടിച്ചത്. അനൂപ് ആക്ഷൻ വ്ളോഗ്സിലാണ് ആദ്യം ഇതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്, യൂട്യൂബ് ചാനലിൽ, ഫേസ്ബുക്ക് പേജും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു ചാനലിൽ നിന്ന് അത് എസ്കലേറ്റ് ആയിട്ട് നമ്മുടെ ന്യൂസ് 18 ഇത് കൊണ്ടുപോയി. ന്യൂസ് 18 അത് കൊണ്ടുപോയിട്ട് ന്യൂസ് 18 കേരളത്തിൽ ഷിയാസ് കരീമിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് സ്വർണ്ണക്കടത്തുമെന്ന് ചോദിച്ച് വന്നപ്പോൾ ഷിയാസ് അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് ഗുണ്ടാ തലവനൊപ്പം വിനയ് ഫോർട്ട് മറുപടിയുമായി നടൻ. പല പ്രമുഖരും ദുബായിലെ പരിപാടിയിൽ ഉണ്ടായിരുന്നു. വിനയ് ഫോർട്ട്, ആ ഒരു പ്രോഗ്രാമിൽ വിനയ് ഫോർട്ടും ഉണ്ടായിരുന്നു. ശ്വേത മേനൻ, വിനയ് ഫോർട്ട്, മാളവിക മേനൻ, സ്വാസിക, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ വിനയ് ഫോർട്ട് എന്ന് അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം അത് റിപ്പോർട്ടർ ചാനലിലൊക്കെ ചർച്ച ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാ ചാനലും ഒരു ഏറ്റുപിടിക്കുമല്ലോ. കാരണം സ്വർണ്ണക്കടത്തൊക്കെയാണ് വിഷയം. ഇവർക്കൊന്നും ഇനിയും ട്രാവൽ ചെയ്യാം. അല്ലെങ്കിൽ സിനിമ ഫീൽഡും ഗുണ്ട ഫീൽഡും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിനെ കുറിച്ചിട്ടൊക്കെ പലരും പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഗതിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ വെറുതെ ചുമ്മാ ഇങ്ങനെയൊക്കെ ന്യൂസ് അടിച്ചാൽ തന്നെ ഏകദേശം NIA അടക്കമുള്ള അന്വേഷണങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥയും വരും. അപ്പോൾ അനസ് പെരുമ്പാവൂരിൻ്റെ വലങ്കൈ ആയിരുന്ന ഔറംഗസേബ് വീണ്ടും കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. കൂട്ടത്തിൽ ഷിയാസിനെ വീണ്ടും പറയുന്നുണ്ട്. ഷിയാസിൻ്റെ റിപ്ലൈ ഉണ്ട്, വിനയ് ഫോർട്ടിൻ്റെ റിപ്ലൈ ഉണ്ട്. നമുക്ക് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോയത് അറിഞ്ഞത് ഇപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പാണ്. ഞാൻ അവിടെ ഇതിന് മുമ്പൊരു കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യൂമാക്സ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ട്രേഡിങ് കമ്പനി ആയിട്ട് പൊള്ളാച്ചിയിൽ വെച്ചിട്ട് ഇവിടുന്ന് നിൽക്കാൻ പറ്റാണ്ട് പൊള്ളാച്ചിയിൽ പോയിട്ട് ട്രേഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവിടുന്ന് ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലുള്ളവരും ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ആൾക്കാർ, ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറയണം അത് പൊട്ടിപ്പോയി എന്ന് പറയുകയും പിന്നെ എല്ലാവരും അവരൊരു എന്ന് വെച്ചാൽ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ കുടുംബങ്ങൾ ഒരുപാട് അനാഥമായി പോയി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് പോയേക്കണത് ഞങ്ങൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് തന്നെ ഫണ്ട് കംപ്ലീറ്റ് ചേട്ടൻ അസീയുടെയും പിന്നെ ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചോദിച്ചായിരുന്നു. കാര്യം കോമൺ ആയിട്ട് ഇട്ടിട്ട് ഇതൊരു എല്ലാവരുടെയും കൂടിയുള്ള, അപ്പോൾ അതൊരു ബിസിനസ് ആണെങ്കിൽ കോമൺ ആയിട്ട് ഇട്ട് ചെയ്യാമെന്ന്. ഇത് ഇവരിലേക്ക് ഇട്ടതിന് ശേഷം ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അനസ് ഓൾറെഡി ദുബായിലേക്ക് കയറിപ്പോയെന്ന് അറിയണത്. അത് നമ്മൾ കൂടെ ഉണ്ടായ ഞാൻ തന്നെ അറിയണത് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് കയറിപ്പോയെന്ന് അറിയണത്. ഇങ്ങനത്തെ ഊമ്പിക്കലും വലിപ്പിക്കലും ആയിട്ടാണ് അനസ് പെരുമ്പാവൂർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം നിൽക്കുന്നവരെ വരെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നാട്ടിൽ നിന്ന് ഓരോ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു കമ്മീഷൻ അടിച്ചും കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് വാങ്ങിയിട്ട് അത് കോടിക്കണക്കിന് രൂപയാക്കിയിട്ട് മുങ്ങി. ഇതാണ് അയാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും കേസിലൊക്കെ അനസ് പെരുമ്പാവൂർ പോയിട്ട് പെടുകയാണെന്ന് വിചാരിച്ചു. അപ്പം തന്നെ 4-5 ചെക്കന്മാരെ സെറ്റാക്കി അവരെ കൈയും കാലും പിടിച്ച് അവരെ കൊണ്ടുപോയിട്ട് ആ കേസിന് ഇയാൾക്ക് പകരം അവിടെ വെച്ചു കൊടുക്കും. ഇങ്ങനത്തെയൊക്കെ പരിപാടികളാണ് അനസ് പെരുമ്പാവൂർ മുന്നോട്ട് തുടർന്നുകൊണ്ടിരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ താരമാവാൻ വേണ്ടിയിട്ട് ബോട്ട് ഫോളോവേഴ്സ് അടിച്ച് കയറ്റലും സംഗതികളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയും കൂടി കേൾക്കാം. അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ആദ്യം മീഡിയയിൽ വന്ന സമയത്ത് സംസാരിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു അത് വേറെ ഒന്നുമില്ല മോനെ, ഗോൾഡിൻ്റെ പരിപാടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാകുമ്പോൾ നമുക്ക് പൈസ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പൊട്ടിച്ച് പോയതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഫണ്ട് എന്തായാലും ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് എന്തുവാണെന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇല്ല, ഗോൾഡ് ഇപ്പോൾ 1-2 ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ മൊത്തം തീരുമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയത്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു 22 സിയോളം കൊണ്ടുപോയിട്ടുണ്ട്. 22 ലക്ഷം കോടിയോളം രൂപ ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതല്ലാണ്ട് MCT ഫൈസൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇതിന് മുമ്പ് തട്ടിപ്പെടുത്തിയ ഒരു 1000 കോടി നടത്തി ന്യൂസിലൊക്കെ ഉള്ളതാണ്. പുള്ളിയായിട്ട് കമ്പനിയായിട്ട് പുള്ളി കൊടുക്കാനുള്ള ആൾക്കാരുടെ നിന്ന് പൈസ അനസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിന്നും അഡ്വാൻസ് വാങ്ങി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ MCT ഫൈസലിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ നിന്നും അനസ് പറ്റിച്ചു. 1 കോടി രൂപയോളം പുള്ളി മേടിച്ചിട്ടുണ്ട്. കില്ലാടിയാണല്ലോ അനസ് പെരുമ്പാവൂർ. ഇവിടുന്നും വാങ്ങും അവിടുന്നും വാങ്ങും. ആരെങ്കിലും ഒരു ഹെൽപ്പ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടമല്ലേ.
ഇവിടെ പോലീസും നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെറ്റിൽമെൻറ്റിന് ഒരു ഗുണ്ടേൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കേസ് പറയാം. ഇതൊക്കെ സെറ്റിൽമെൻറ്റ് പരിപാടികൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ മെയിൻ ഇൻകം സോഴ്സാണ് കേട്ടോ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ മെയിൻ പരിപാടി ഇതാണ് സെറ്റിൽമെൻറ്റ്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പോലീസുകാരും സെറ്റിൽമെൻറ്റ് പരിപാടി ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്, ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ നമ്മൾ നിയമപരമായിട്ട് നിയമവും കോടതിയൊക്കെ പോകാൻ കെൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. പിന്നെ നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തിട്ട് അതിൽ പിന്നെ ഈ പറഞ്ഞ ഗുണ്ടാ തലവന്മാരെ വിളിച്ച് സെറ്റിൽമെൻറ്റ് പൈസ ഇത് സെറ്റിൽമെൻറ്റ് പരിപാടി ചെയ്യുമ്പോൾ അവർ ഇതേമാതിരി മൂട്ടിൽ വെച്ചിട്ട് പോവും. അപ്പോൾ അനസ് പെരുമ്പാവൂർ അങ്ങനെ ഒരാളാണെന്നാണ് ഔറംഗസേബ് പറയുന്നത്. പല കേസുകളിലും ഇടപെട്ടിട്ട് ഇടയിൽ നിന്ന് മറ്റേ കമ്മീഷൻ അടിച്ച് പോണ പരിപാടിയാണ്, ഡബിൾ ഏജൻറ്റ്. ആ പണിയാണ് അനസ് പെരുമ്പാവൂർ എന്നാണ് ഇയാൾ പറയുന്നത്. പുള്ളിയുടെ ഒരു ബേസ് ഇതനുസരിച്ച് പുള്ളി പറയിക്കില്ല. കാര്യം കേസിലൊരു കേസ് പിടിച്ചെന്ന് അറിയുമ്പോൾ തന്നെ പുള്ളിയുടെ കരച്ചിൽ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കൊണ്ടുപോകണം, അങ്ങനെയൊന്നും പറഞ്ഞ് ഇതാക്കണം, മക്കളെ നിങ്ങൾ 5 പേരോടൊന്ന് സംസാരിച്ച് പേര് വരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി കിടക്കണ കാര്യമല്ല. കേരളത്തിൽ ഇപ്പോൾ ഒരു കേസ്, ഇപ്പോൾ ഒരു കൊലക്കേസാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ജാമ്യം കിട്ടണതാണ്. ഇപ്പോൾ പുള്ളിയുടെ കേസിൽ ആരകത്ത് പോയാലും ആ കേസിൻ്റെ കാലാവധി കഴിയാണ്ട് പുറത്തേക്ക് ഇറങ്ങൂല. മർഡർ കേസാണെങ്കിലും അകത്ത് പോയി കിടന്നത് 2.5 വർഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നപ്പോൾ ജാമ്യം കിട്ടിയില്ല മോനെ അതാണെന്നൊക്കെ പുള്ളി പറഞ്ഞത്. പുള്ളി എന്തെങ്കിലും കേസ് ഉണ്ടാക്കാനൊക്കെ പറയും, കേസ് ഉണ്ടാക്കാൻ പുള്ളി മുങ്ങിക്കളയും. ഇതാണ് പുള്ളിയുടെ സ്ഥിരം പണി. എത്ര തോക്കുകൾ അനസിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഓൾറെഡി കൂടെ ഉള്ള ആളാണ്. ഒരു 3 എണ്ണം ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ 1 എണ്ണം പിടിച്ചിട്ടുണ്ട്. ഒരു തോക്ക് കേസ് ഒരു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 തോക്ക് പുള്ളി ഓൾറെഡി കയ്യിലുണ്ട്. അവസാനം വരെ കയ്യിലുണ്ടായിരുന്നു. ഈ ഏതെങ്കിലും ഘട്ടത്തിൽ തോക്ക് ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ടോ? പുള്ളിക്ക് അങ്ങനെ തോക്കൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് പുള്ളിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, രാത്രി പോലും പുറത്തിറങ്ങാത്ത മനുഷ്യനാണ്. അപ്പോൾ പുള്ളി വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഞങ്ങളങ്ങനെ പുറത്ത് കാവലെടുക്കണം. അപ്പോൾ അങ്ങനെ തോക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഇതുവരെ വന്നിട്ടില്ല. ആരെങ്കിലും ഒരു സിനിമ ഉണ്ടാക്കണേ അനസ് പെരുമ്പാവൂരിൻ്റെ ഈ കഥകളൊക്കെ വെച്ചിട്ട്. കറക്റ്റ് ആ ഒരു കോമഡി ഗുണ്ട സാധനം സെറ്റപ്പ് കിട്ടും. പിന്നെ ഈ തോക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ അനസ് പെരുമ്പാവൂരിനെ കുറിച്ച് ഇപ്പോൾ ഈ ഔറംഗസേബ് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇയാളൊരുമാതിരി എന്താ പറയുക, കോമഡി പീസ് ആയതുകൊണ്ട് പൂരപ്പറമ്പെന്ന് വാങ്ങിയ 2-3 തോക്കാവാനേ സാധ്യതയുള്ളൂ. മറ്റേ വെള്ളം ബീച്ചെന്ന് മുത്തിട്ട് പിടിക്കുന്നു അതായിരിക്കണം. പിന്നെ പിടിച്ചെടുത്തു ഒരു തോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ തോക്കൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിടിച്ചത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കളഞ്ഞു കിട്ടിയിട്ടുണ്ടാവില്ല. പണ്ട് മറ്റേ നമ്മളെ ഇന്നസെൻ്റ് ഒരു സിനിമയിലുണ്ടായിരുന്നു, തൂക്കുകളാന്ന് വിളിക്കരുത്, ലാസ്റ്റ് ഒരു തൂക്ക് കളഞ്ഞിട്ട് അത് കളഞ്ഞു കിട്ടിയത്. ഗുണ്ടാ ഫൈറ്റിൻ്റെ ഇടയിൽ കയറിയപ്പോൾ വീണ് നിലത്ത് കിടന്നെടുത്ത് പോക്കറ്റിൽ വെച്ചത്, അത് പോലീസ് പിടിച്ചായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഇയാൾ ഇത്രയും കോമഡി പീസായിട്ടുള്ള ഒരാൾ 3 തോക്കും കൊണ്ട് നടക്കുകയാണ്. ഇവർ പറഞ്ഞ മാതിരി ഞങ്ങളാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കാവൽ വെക്കല്, രാത്രി പോലും പുറത്തിറങ്ങില്ല, എന്നിട്ടാണ് 3 തോക്ക്. മുത്തിട്ട് പിടിക്കുന്ന വെള്ളം ബീച്ചെന്നോ അങ്ങനെ ഏതോ ആണ്. അപ്പോൾ അങ്ങനത്തെ തോക്കായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഇനി ഷിയാസ് കരീമിനെ കുറിച്ചിട്ടും ഈ മീഡിയ ഫീൽഡിനെ കുറിച്ചിട്ടും വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സിനിമാ മേഖലയായിട്ട് എന്താണ് അനസിന് വന്നത്? നിങ്ങളുടെ ടീം എങ്ങനെയാണ് സിനിമാ മേഖലയെ സഹായിച്ചത്? അതിൽ ഇടപെട്ടത് എങ്ങനെയൊക്കെയാണ്? ഇതിനു മുമ്പും ഒരു സിനിമയുടെ ഒരു പ്രൊഡ്യൂസറായിട്ട് അനസിന് ബന്ധമുണ്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിയും വെള്ളമൊക്കെ ഉണ്ടായിട്ട് ന്യൂസിലൊക്കെ വന്നതാണ്. അതിൽ പിന്നെ ഷിയാസ് കരീമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഇപ്പോൾ ഷിയാസ് കരീം ഈ അടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു, അങ്ങനെ പരിചയമില്ല, എയർപോർട്ടിൽ വെച്ച് കണ്ട് പരിചയമുണ്ട്, പെരുമ്പാവൂരാണ്, കേസ് അറിയില്ല എന്നൊക്കെ. അതൊക്കെ പച്ചക്കള്ളമാണ്. ഷിയാസ് കരീമിന് വരെയും അനസ് പറഞ്ഞിട്ട് ഒരു 3 വർഷം മുമ്പ് ഒരു വർക്ക് വന്നിട്ട് നമ്മളൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തതാണ്. അത് 3 വർഷം മുമ്പ്. ആ സമയം മുതലേ ഈ സിനിമാ മേഖലയിൽ ഷിയാസ് ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട്. ഉറപ്പായിട്ടും ബന്ധമുണ്ട്, അനസിന് ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഷിയാസ് ആദ്യം ഔറംഗസേബ് കൊടുത്ത ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഷിയാസിൻ്റെ അടുത്ത് കുറച്ച് മീഡിയക്കാർ പോയപ്പോൾ ഷിയാസ് എക്സ്പ്ലനേഷൻ കൊടുത്തത്. എനിക്ക് അനസ് പെരുമ്പാവൂരിനെ അവിടുന്ന് ഇങ്ങനെ എവിടെന്നെങ്കിലും കണ്ട പരിചയമുള്ളൂ, ഇങ്ങനെ സ്വന്തം നാട്ടുകാരനാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കച്ചവടമോ ബന്ധമോ ബിസിനസ്സോ സ്വർണ്ണക്കടത്തോ പരിപാടിയൊന്നും ഇല്ല. നിങ്ങൾ ചാനലുകാർ ചുമ്മാ എൻ്റെ പേരും തമ്മിലും വെച്ച് നിങ്ങൾ അടിച്ചിറക്കുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ ഒരു സംഗതിയാണ്. എൻ്റെ തലയിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനും കാര്യമായിട്ട് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് ഷിയാസ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും ഔറംഗസേബ് ഇതാ പറയുന്നു. ഇവർ കുറച്ച് മുമ്പേ ഉള്ള പരിചയമാണ്, വേറൊരു പരിപാടിയായിട്ട് അനസ് പെരുമ്പാവൂരിൻ്റെ അടുത്ത് എത്തിയിരുന്നു ഷിയാസ് കരീം വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് മുതൽ അറിയാമെന്നൊക്കെയാണ് ഔറംഗസേബ് തട്ടിവിടുന്നത്. എഗെയിൻ ഷിയാസിൻ്റെ അടുത്ത് വേറൊരു മീഡിയ പോയിട്ടുണ്ട്, അന്ന് ഷിയാസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അൻസിഖാനെ പറ്റിയാണെങ്കിൽ അൻസിഖ് നമ്മുടെ നാട്ടുകാരനല്ലേ? അൻസിഖാനെ പറ്റി ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞല്ല. അതെന്നെ ഈ കേസാണല്ലോ, വേറെ ഒന്നും ചോദിക്കാനല്ലോ. വേറെ ഒന്നും ചോദിക്കാനാണ്. ഈ ഔറംഗസീബിന്റെ വാർത്ത പിന്നെ ഊസൈറ്റിയിലും എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള വാർത്ത. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വന്നത്. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞല്ലോ ഒരു കാര്യം ചോദിക്കും, നിങ്ങളെല്ലാവരും കൂടിയാണ് പെരുമ്പാവൂർ അനസിന്റെ കട ഉദ്ഘാടനം ദുബായിൽ നടന്നത്. അതിൽ ഷിയാസ് കരീം നിൽക്കുന്നു, സിനിമാ നടി ശ്വേതാമേനൻ നിൽക്കുന്നു, നമ്മുടെ മലബാർ ഫൈസലൊക്കെ നിൽക്കുന്നു, മുന്തീർ,
അല്ലേ? മുന്തിരി എല്ലാവരും പിന്നെ നമ്മുടെ വാഹിദ്, ഒരുപാട് ആൾക്കാരുണ്ട് ബ്രോ. കേട്ടോ. ദുബായിലുള്ള പ്രമുഖ പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, പാവപ്പെട്ടവരെ തട്ടപ്പൻ ഫിറോസ് കുന്നംപറമ്പിൽ. അപ്പൊ നിങ്ങൾ എന്താണ് അവിടെ ഈ ഞാൻ കഴിയട്ടെ, ഈ നമ്മള് ഉദ്ഘാടനത്തിന് നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ നമ്മൾ പോകും, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കാറില്ല. ഒരു സ്ഥാപനം തുടങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ ഹൗസ് വാമിങ് നടക്കുകയാണ്, അയാളുടെ പേരിൽ 5 വർഷം ഒരു കേസുണ്ട് നോക്കിയേ, നിന്നെ ഹൗസ് വാമിങ് വിളിച്ച് നീ പോവില്ലേ? ഓഫീസിന് ഉദ്ഘാടനം വിളിക്കാൻ നീ പോവില്ലേ? അത്രേ ഉള്ളൂ, നമ്മൾക്ക് അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പിന്നെ പൈസ വാങ്ങിച്ചിട്ട് പോയി. കാര്യം പിന്നെ അനസ് പെരുമ്പാവൂർ, ഹബീബ്, അങ്ങനെയുള്ള എല്ലാവരും എനിക്ക് അറിയണതാണ്. ഈ പെരുമ്പാവൂർ എൻ്റെ വീടുകളെ, എൻ്റെ വീട് എവിടെയായിരുന്നു? ഇപ്പം നീ പെരുമ്പാവൂർ ടൗണിൽ തന്നെ വീട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ ദുബായിലൊരു സ്ഥാപനം, അയാൾ എന്താണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പണ്ടേ തൊട്ട് അറിയുന്ന ഒരാളാണ് അനസ് പെരുമ്പാവൂർ. പിന്നെ വീഡിയോയിലും അങ്ങനെ ആൾക്കാർക്ക് ആരെപ്പറ്റി എന്തുകൊണ്ട് ഇപ്പം എന്നെപ്പറ്റി കഴിഞ്ഞ 6 മാസം എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു, നീ ആലോചിക്കാനും പോയി പരിപാടിക്ക് പോയെന്നല്ലാതെ. പിന്നെ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നില്ല. ഈ ന്യൂസ് മനസ്സ് പോയത് സ്വർണ്ണക്കടത്തിന് ഷിയാസ് കരീമും കൂടെയുണ്ട്. ഞാനതാ വെച്ചത്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്തിനാ? ഈ ഫൈസലിക്കാടെ മോന്റെ കല്യാണത്തിന് പോയ സമയത്താണ് ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാണ് ഞാൻ ഒരു കാറിൽ വെച്ചാൽ കാണുന്നത്, ലോബിയിൽ, കാറിൻ്റെ അത് തന്നെ ലോബിയിൽ, കാറിൽ ഞാൻ അങ്ങനെ വെച്ചാൽ കാണുന്നത്. ഞാൻ കാറിൻ്റെ അവിടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ ഒരു കാറിൽ വന്ന് കയറുന്നു. അപ്പോഴാണ് ഞാൻ പുള്ളിനെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ പുള്ളി ദുബായിലുണ്ട്. ഞാൻ പെരുമ്പാവൂർ ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് അപ്രതീക്ഷിതമായിട്ട് ഒരു വട്ടം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്റെ കാലിന് കഴിച്ചിട്ടുണ്ടോന്ന് നോക്കാൻ പറ, ഞങ്ങൾക്ക് ഇണ്ടാന്ന് നോക്കാം. എന്നിട്ടാണ് എന്റെ മോനെ പോലീസ് പിടിക്കാൻ വന്നത്. എന്റെ മോന്റെ അരിപ്രശ്നമാണ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ. അത് ഉദ്ഘാടനത്തിന് പോയി എന്നും പറഞ്ഞ് സ്വർണ്ണം കടത്തുകാരനാവൂല. ഇപ്പൊ ഈ ലോകത്ത് എത്ര കടകൾ ഉദ്ഘാടനത്തിന്, ഇപ്പൊ ആ കടകളിലൊക്കെ സ്വർണം ഉണ്ടായി, ഡ്രസ്സ് ഉണ്ടായി, അതൊക്കെ കടത്തുകാരനാവാണെങ്കിൽ ഷിയാസ് ഇപ്പൊ കോടീശ്വരനായാണ്. അപ്പൊ ഇതാണ് ഷിയാസിന്റെ ഫാമിലിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളറിയാത്തൊരു പരിപാടി നമ്മളെ തലയിൽ ആരെങ്കിലും ഇട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കപ്പുറത്തി ഉണ്ടാവൂടെ. അത് സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളിയില്ലേ. ഗുണ്ടാ നേതാവിനുമായിട്ട് അടുത്ത ബന്ധം, സിനിമാ ഫീൽഡും ഗുണ്ടാ നേതാവിനുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ നിൽക്കുന്ന ഷിയാസ് കരീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകളായിട്ട് ബന്ധം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസിന് പോകുമ്പോഴോ ഒക്കെ ഒന്ന് കെയർഫുൾ ആവുന്നത് നല്ലതാണ്. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഷിയാസ് കരീം ആണെങ്കിലും ബാക്കി നടന്ന നടി ആരാണെന്നുണ്ടെങ്കിൽ, ഇനി വലിയ ബിസിനസ്മാൻമാരാണെങ്കിലും അടക്കം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഫേസുകളാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ട്രാക്ക് റെക്കോർഡില്ല, അനസ് പെരുമ്പാവൂരിനെ പോലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഗുണ്ടയുടെ പ്രോഗ്രാമിന് പോകുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇത് വിനയ് ഫോർട്ട് പറയുന്നുണ്ട്, ചെറുതായിട്ട് എനിക്ക് അതൊന്ന് തെറ്റി. അതായത് ആരുടെ പരിപാടിക്കാണ് ഞാൻ പോകുന്നത്, എന്ത് പരിപാടിക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാനൊന്ന് നോക്കാൻ വിട്ടു. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. പക്ഷെ ഞാൻ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല. വിനയ് ഫോർട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഞാൻ ഈ മറ്റേ ദുബായിലുള്ള ടൈമിന് ഈ പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്നു വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര്, പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്നിപ്പോ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴേ അറിയുന്നത് ഇങ്ങനത്തെ വിഷയങ്ങള്. എനിക്ക് പറയുന്ന വ്യക്തിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ചും കൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. അറിയത്തില്ല, എനിക്ക് അറിയാനേ പാടില്ല. എന്നോട് പറഞ്ഞ ലീഗൽ ഫേം, അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളുള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ, ആ ഫേം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു അഷുറൻസിലാണ് ഞാൻ പോയത്. ലീഗൽ ഫേം സ്പെസിഫിക്കലി ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ അതായത് മറ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരു ഫേമാണ്. അവിടെ ഇത്ര ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന വേറെ ഇപ്പൊ നമുക്ക് അടുത്ത് പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് നല്ല തരത്തിൽ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു പോയതാണ്. പിന്നെ അതിന്റെ വേറെ ഞാൻ ഇതിന്റെ വേറെ വോട്ട്സ് അന്വേഷിച്ചില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിയെ എനിക്ക് നേരിട്ട് അറിയാനേ പാടില്ല. ആരുടെ സ്ഥാപനം അന്വേഷിച്ചില്ല അല്ലെ? ഇല്ലില്ല. എന്നോട് ഒരു ലീഗൽ ഫേമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അത് മാത്രമല്ല ഈ നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ അവരൊക്കെ ഉണ്ട് താനും അവിടെ. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പണി കിട്ടിയപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞത് ആളുകൾ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു ഇത് ലീഗൽ ഫോം ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരർത്ഥത്തിൽ മലയാളികളെയൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള, ഇപ്പൊ പല ആളുകളും അവിടെ പാസ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ, അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക, എന്ത് ഭയങ്കര റീസണബിൾ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്.
അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണം വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതാണ് വിനയ് ഫോർട്ട് പറയുന്നത്. ഞാൻ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവേണ്ടിയിരുന്നു. യെസ്, അതാണ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവുന്നത്. ഞാൻ ഈ ദുബായിലൊക്കെ പോകുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും സിനിമ സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഏത് സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഇവിടെ ദുബായ് പോകുന്നതിൻ്റെയൊക്കെ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രൊമോഷൻസ് പിടിക്കുക, മാക്സിമം ഉദ്ഘാടനങ്ങളും പ്രൊമോഷൻ വർക്കുകളും പിടിക്കുക. കാരണം ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ ഡബിൾ പേയ്മെൻറ്റ് അവിടുന്ന് കിട്ടുന്നുണ്ട്. സോ അതാണ് അവരുടെ മെയിൻ ഫോക്കസ്. പക്ഷേ അവിടെ അത് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡൂബിയസ് ആയിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളുടെ കടയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ വിനയ് ഫോർട്ട് പറഞ്ഞ പോലെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വേണം. അല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ടീം വിളിക്കുന്നു, നിങ്ങൾ പോകുന്നു, ചെയ്യുന്നു, പോരുന്നു. രണ്ടാമത് ഈ ഫോട്ടോ വീഡിയോ ആണെങ്കിലും അതും നിങ്ങൾ എയറിലാവുന്നു. പിന്നെ ഇതേപോലെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയും വരും. പിന്നെ ഇത് ഇവിടെ മാത്രമാവില്ല, അതാ രസം. അനസ് പെരുമ്പാവൂരിനെ പോലുള്ളൊരു ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ഓക്കെ NIA വരെ അന്വേഷണത്തുള്ള ചാൻസ് ഉണ്ട്. ഏത് കുറച്ചുകൂടി ശ്രദ്ധിക്കുക, റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതിനെ പറയാൻ പറ്റൂ. പിന്നെ മീഡിയാസിനോടാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രഥമ ദൃഷ്ടിയാൽ അറിയാം ഇതിലുള്ള പല ഞാൻ ഇതിൽ എനിക്ക് പേഴ്സണൽ അറിയുന്നതും അല്ലെങ്കിൽ നമുക്കൊരു ഇത് തോന്നൂലൂടെ ഇവരിതൊന്നും ചെയ്യൂല അങ്ങനെ തോന്നുന്നവരുമായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഇതിനകത്ത് ഫേസ്, അത് നിങ്ങൾക്കും അറിയുന്ന ഫേസുകളാണ്. അതായത് ആ പ്രോഗ്രാമിന് അപ്പം വിളിച്ചിട്ട് പോയവരുണ്ട്, മണിക്കൂറുകൾക്ക് മുന്നേ വിളിച്ചിട്ട് പോയവരുണ്ട്, ഇല്ലെങ്കിൽ എന്താ അനസ് പെരുമ്പാവൂർ എന്താണെന്നറിയാതെ പോയവരുണ്ട്, അറിഞ്ഞിട്ട് പോയവരുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഷിയാസിനൊന്നും അനസ് പെരുമ്പാവൂരിൻ്റെ ഈ ട്രാക്ക് റെക്കോർഡ് അറിയാതെ പോയതാണെന്ന് തോന്നുന്നില്ല. അറിയും, ഷിയാസിനൊക്കെ അറിയും, അത് ഉറപ്പാണ്. കാരണം നാട്ടിലുള്ള ആളാണ്, സ്വന്തം നാട്ടിൽ കൂടി ആകുമ്പോൾ എന്താ അനസ് പെരുമ്പാവൂർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. പക്ഷെ അത് അറിഞ്ഞിട്ടും പോവുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഉദ്ഘാടനം അരിയായിട്ട് എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉദ്ഘാടനത്തിന് പോയി അയാൾ വരുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ അയാളെ സ്ഥാപനമാണെന്ന് അറിയുമ്പോൾ ഒന്ന് കെയർഫുൾ ആവേണ്ടി വരും. ഞാൻ പറയുമ്പോൾ അയാൾ ഉള്ള സ്ഥലത്ത് പോയി നിൽക്കൊണ്ട് വലിയ കുഴപ്പമില്ല, ആർക്കും എവിടെയും പോയി നിൽക്കാം. പക്ഷെ അയാളുടെ സ്ഥാപനമാകുമ്പോൾ ഇങ്ങനെ ഒരു എയർപോക്ക് ശരിക്കും പ്രതീക്ഷിക്കേണ്ടിയിരുന്നു. അത് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഓക്കെ ഇത് ആരുടെ സ്ഥാപനമാണ്, എങ്ങനത്തെ ഫേമാണ്, നാളെ ഇത് ഉദ്ഘാടനം ചെയ്താൽ ഞാൻ എയർ പോകും, ഇതിൻ്റെ ഇനാഗുറേഷന് പോയാൽ ഞാൻ എയർ പോകും എന്നുള്ളത് ഡെഫിനറ്റ്ലി അവിടെ പോകുന്ന ആളുകളൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇതേപോലത്തുള്ള വള്ളികൾ പിടിക്കേണ്ടി വരും.